കോഴിക്കോട് നാദാപുരം കുമ്മക്കോട് സ്വദേശിയായ 7 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗം ഭേദമായ കുട്ടി ആശുപത്രി വിടുകയും ചെയ്തു. മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഷിഗല്ല ലക്ഷണങ്ങൾ കണ്ടതോടെ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം മാവൂരിൽ മരിച്ച 54-കാരിക്കും ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഷിഗല്ല രോഗവും മരണവും റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോടാണ്. ജൂണിൽ മാത്രം 40-ലേറെ കേസുകൾ കോഴിക്കോട് സ്ഥിരീകരിച്ചു. ഷിഗല്ല ബാക്ടീരിയ മൂലമാണ് ഷിഗല്ലോസിസ് എന്ന അണുബാധ കുടലിനുണ്ടാകുന്നത്. വയറിളക്കമാണ് പ്രധാന രോഗലക്ഷണം. ശരിയായ സമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ രോഗം ഗുരുതരമാകും. മലിനജലത്തിലൂടെയും വൃത്തിയില്ലാത്തതും കേടായതുമായ ഭക്ഷണത്തിലൂടെയും രോഗം പകരാം. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും രോഗം പകരാം. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. എന്റെ ഫസ്റ്റ് ഡെലിവറി ഇവിടെ തന്നെയായിരുന്നു, നിസാർ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതൊരു 6 വർഷം മുന്നേ. അപ്പം അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ അതിന് സാധാരണ പെയിൻ അത്ര സഹിക്കണ ആളല്ല. അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി. സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എപ്പിഡ്യൂറൽ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിസാർ ഹോസ്പിറ്റലിൽ എപ്പിഡ്യൂറലുള്ളൊരു കാര്യം. അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി അങ്ങനെ തീരുമാനം എടുത്തു. ഞാൻ എടുത്ത തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി. കാരണം ഞാനൊന്നും അറിഞ്ഞില്ല. ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു. ശ്രുതി ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിരുന്നു എന്നോട്. എന്നെ പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പിഡ്യൂറലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്.